ഹായ് മക്കളെ, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഹയർ സെക്കൻഡറി അഥവാ +1-ന്റെയും +2-ന്റെയും മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ പുറത്തു വന്നിരിക്കുകയാണ്. ആൻഡ് ഈ ടൈം ടേബിളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ഉടായ്പ ഇവിടെ ചെയ്തിട്ടുണ്ട്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് കരുതണം, പ്രത്യേകിച്ച് +1 മക്കളോടാണ്. അതായത് +1-ന്റെ ടൈം ടേബിൾ ഈ ഒരു വീഡിയോയിലില്ല. പകരം ഞാൻ +1 സയൻസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ എന്ത് വീഡിയോ കൊടുക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോക്കുള്ള സ്കോപ്പ് വന്നത്. സോ നിങ്ങളുടെ +1 ടൈം ടേബിളിന്റെ വീഡിയോ ലിങ്ക് നമ്മുടെ പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഞാനിതാ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് ആ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് മാക്സിമം നിങ്ങളെ ക്ലാസ്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ അതിലേക്ക് പോകുക. കാരണം ഇനി മുതൽ +1-ന്റെ പരമാവധി കണ്ടന്റുകൾ മുഴുവനായിട്ടും നമ്മൾ എന്താണ് ആ ഒരു ചാനലിൽ തന്നെ വരും. നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വേണ്ട. പ്രത്യേകിച്ച് മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനൊക്കെ ഒത്തിരി വീഡിയോസ് വരുമ്പോൾ. സോ +2 മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ചാനൽ മാറാൻ പോവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈം ടേബിളിനെ കുറിച്ച് പറയാം. ടൈം ടേബിൾ അത്ര അടിപൊളിയൊന്നല്ല. കാരണം എന്താ, മിക്ക ദിവസങ്ങളും ഒന്ന് കൂടുതൽ പരീക്ഷ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 15-ാം തീയതി നിങ്ങളെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വ്യാഴാഴ്ച അന്ന് രാവിലെ ഫിസിക്സ്, ആദ്യത്തെ പരീക്ഷ ഫിസിക്സ് ആണ്. ഉച്ചക്ക് CS-ന്റെ കുട്ടികൾക്ക് CS വരുന്നുണ്ട്. പിന്നെ 16-ാം തീയതി നിങ്ങൾക്ക് ഒരു പരീക്ഷ മാത്രമാണ്, മാത്സ് വരുന്നു. പിന്നെ 2 ദിവസം അവധി, ശനിയും ഞായറും. വീണ്ടും തിങ്കളാഴ്ച ഒരു പരീക്ഷ മാത്രം, ബയോളജി. ബുധനാഴ്ച, ചൊവ്വാഴ്ച 2 പരീക്ഷകൾ വരുന്നുണ്ട്. അത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ആണ്. എൻ്റെ ഏറ്റവും അവസാനം 21-ാം തീയതി ബുധനാഴ്ചയോടുകൂടി പരീക്ഷ കഴിയും, രാവിലെ കെമിസ്ട്രിയുടെ എക്സാമോടുകൂടി. ഈ ടൈം ടേബിൾ ഞാൻ പറഞ്ഞ ഒരു ദിവസം ഒരു പരീക്ഷ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ടൈം ടേബിൾ മതിയോ, അല്ലെ ഡെയിലി ഒരു പരീക്ഷ മതിയോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ +1 ചാനലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെ ജൂനിയേഴ്സിന് ഒരാളെങ്കിലും പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. അവർക്ക് എന്തായാലും ആ ചാനൽ ഷെയർ ചെയ്തു, ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അപ്പോൾ അവരെന്തായാലും കണ്ടോളും. എന്നിട്ട് മാക്സിമം ആ ചാനലിനെ നിങ്ങൾ വിജയിപ്പിക്കുക. നമ്മൾ എന്തായാലും നിങ്ങളെ കൂടെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. ഈ ഡെയിലി ഒരു പരീക്ഷ മതിയോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതിയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ശരി, ബൈ.